കേരളത്തിൽ വളരെയധികം ആരാധകരുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എ കെ ബാലൻ. എന്നാൽ ഇപ്പോൾ എ കെ ബാലൻ രാഷ്ട്രീയത്തിൽ നിന്നും പടിയിറങ്ങുകയാണോ അതോ കുടിയിറക്കപ്പെടുകയാണോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. പല സാഹചര്യങ്ങളിൽ നിന്നും അദ്ദേഹം കുടിയിറക്കലിന്റെ ഭീഷണി നേരിട്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിൽ അദ്ദേഹം ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. പല രീതിയിലുള്ള തീരുമാനം കേരളത്തിന് വേണ്ടി എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ഇന്നും അനുസ്മരണപ്പെടുന്നുണ്ട്. ചെറുപ്പം തൊട്ടേ വലിയ രീതിയിലുള്ള കുടിയിറക്കലുകൾക്ക് വിധേയനായപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി നേതാവിനെ തുണിയഴിപ്പിച്ച് കോളേജിലൂടെ നടത്തിയതും അതുപോലെ തന്നെ പല ഓഫീസ് മന്ദിരങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെ ഇറക്കി വിട്ടിട്ടുള്ളതുമായ കുറിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇപ്പോൾ നിരവധി ആളുകൾ ചർച്ചാ വിഷയമാക്കി കഴിഞ്ഞു. എ കെ ബാലന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഈ കുറിപ്പ് വായിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന രാഷ്ട്രീയ പദ്ധതികൾ എന്താണെന്നുള്ളതും രാഷ്ട്രീയക്കാരുടെ ഓരോ തീരുമാനങ്ങൾ എന്തിനു വേണ്ടിയാണുള്ളതാണെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം എന്താണ്? അതിങ്ങനെ: പാർട്ടി കോൺഗ്രസ് മധുരയിൽ പൂർത്തിയായ ഏപ്രിൽ 6 രാത്രി തന്നെ താമസ സ്ഥലമായ തിരുവനന്തപുരത്തെ AKG ഫ്ളാറ്റിലെത്തി. കൂടെ ഭാര്യ ജമീലയും ഉണ്ടായിരുന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് എവിടെയും പോകാൻ താല്പര്യം തോന്നിയിരുന്നില്ല. സമ്മേളന നഗരിക്കടുത്തുള്ള മധുര മീനാക്ഷി ക്ഷേത്രം പോലും കാണാൻ പോയില്ല. മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് മുതൽ കൂടെ വരാൻ ജമീല പ്രത്യേക താല്പര്യം കാട്ടി. കാരണം ഇതിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അവസാന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. പ്രായപരിധി കാരണം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ ആളാണ് ഞാൻ. പ്രായപരിധി തീരുമാനം ഏറ്റവും ഉചിതമാണ്. വളരെ നേരത്തെ തന്നെ എടുക്കേണ്ടതായിരുന്നു. എന്റെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് 1978 ജലന്ധറിൽ ചേർന്ന 10ാം പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. അതിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ആദ്യമായി ഡൽഹി കാണുന്നത്. കോഴിക്കോട് ലോ കോളേജിൽ അവസാന വർഷം പഠിക്കുന്ന കാലഘട്ടം. ചുട്ടുപൊള്ളുന്ന വേനലിൽ ട്രെയിൻ സ്ലീപ്പർ ക്ലാസ്സിലെ യാത്ര. അടിയന്തരാവസ്ഥ കഴിഞ്ഞതിനു ശേഷമുള്ള പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അത്. കോടിയേരി ബാലകൃഷ്ണൻ SFI സംസ്ഥാന സെക്രട്ടറിയും ഞാൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായിരുന്നു. കോഴിക്കോട്ടെ പാർട്ടി നേതാവായിരുന്ന അന്തരിച്ച സഖാവ് കേളുവേട്ടന്റെ ഇടപെടൽ മൂലമാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നത്. LLB അവസാന വർഷ പരീക്ഷയുടെ ഘട്ടമായിരുന്നതിനാൽ മനസ്സൊന്ന് പിന്നോട്ട് ഓടിച്ചിരുന്നു. പക്ഷെ ആദ്യമായി പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയാവാനുള്ള അവസരം നഷ്ടപ്പെടുത്തതിനെ കുറിച്ച് ആലോചിച്ച് അതിനെപ്പറ്റി തീരെ ആലോചിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. ബംഗാൾ മുഖ്യമന്ത്രിയായ ജ്യോതി ബസു പാർട്ടി കോൺഗ്രസിൽ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. സഖാവ് PK കുഞ്ഞച്ചൻ പ്രസീഡിയത്തിൽ ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്നും A കണാരൻ, V ദക്ഷിണമൂർത്തി, TP ദാസൻ, U കുഞ്ഞിരാമൻ തുടങ്ങിയ നേതാക്കളും പാർട്ടി കോൺഗ്രസിലുണ്ടായിരുന്നു. രാഷ്ട്രീയവും സംഘടനാപരമായ കാരണങ്ങളാൽ സഖാവ് P സുന്ദരയ്യ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിന്ന ഘട്ടമായിരുന്നു അത്. ഇതിന്റെ പ്രാധാന്യം അന്ന് അത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നടന്ന ഓരോ പാർട്ടി കോൺഗ്രസും ഓരോ അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ബംഗാൾ പ്രതിനിധികളെ കാണുന്നത് വല്ലാത്തൊരു ആവേശമായിരുന്നു. വെള്ളവസ്ത്രം ഭംഗിയായി ധരിച്ച് ആകർഷകമായിട്ടുള്ള അവരുടെ വരവ് കണ്ടാൽ കൊയ്ത്ത് കഴിഞ്ഞ് പാടത്തൂടെ താറാവുകൾ കിണിങ്ങി വരുന്നത് പോലെ തോന്നുമായിരുന്നു. അത് നല്ല കാഴ്ചയായിരുന്നു. പിന്നീട് രംഗം മാറി. പഴയതുപോലെ ഭംഗിയുള്ള വസ്ത്രങ്ങളോ ചൈതന്യം തുളുമ്പുന്ന മുഖങ്ങളോ കണ്ടില്ല. ഓരോ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴും അവരുടെ പഴയ പൊലിമ കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കേരളത്തിലെ പ്രതിനിധികളിൽ ഈ മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.